ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ബോംബ് സ്ക്വാഡ്. ഞാൻ ഈ ഗെയിം പണ്ട് ഒത്തിരി കളിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഗെയിം വളരെ ഇഷ്ടമാണ്. ഇത് ഞാൻ കളിച്ച വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ്രോയിഡ് ഗെയിംസ് ആണ്. ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പണ്ട് എൻ്റെ ഫോണിൽ ഞാൻ നെറ്റ് റീചാർജ് ചെയ്തൊന്നുമില്ലായിരുന്നു. എനിക്ക് എന്തുവാ നെറ്റെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം നെറ്റില്ലാതെ തന്നെ എനിക്ക് 8 പേരോ അല്ലെങ്കിൽ 4 പേരോടൊക്കെ കളിക്കാൻ വേണ്ടിയുള്ള ഹോട്ട്സ്പോട്ട് വെച്ച് കളിക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി ഈ ഗെയിമിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഗെയിംസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഗെയിമിലെ 2 റൗണ്ടുകൾ കളിച്ച് ഒന്നുകൂടെ ആ മെമ്മറികൾ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പം ഞാൻ ആദ്യം കളിക്കാൻ പോകുന്നത് പ്രോ സ്ലോട്ടായിരിക്കും. പിന്നെ ഞാൻ കളിക്കാൻ പോകുന്നത് പ്രോ ഫുട്ബോൾ ആയിരിക്കും. ഈ 2 എണ്ണം കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ബോംബ് സ്ക്വാഡ് കോഡറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പം ഞാൻ സിംഗിൾ പ്ലെയർ എടുക്കും. എൻ്റെ ഹാർഡുണ്ട്, പക്ഷേ ഹാർഡിൽ നമുക്ക് ജയിക്കണമെങ്കിൽ മാക്സിമം 2 പ്ലെയേഴ്സേലും വേണം. കാരണം ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കി. ഒറ്റയ്ക്ക് ഞാൻ കളിച്ച് ഞാൻ അർബൻ ഓസ്ലോട്ട് വരെ ഞാൻ എത്തിയിട്ടുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അർബൻ ഓസ്ലോട്ട് ഇച്ചിരി പാടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈസി തന്നെ കളിക്കും. അപ്പോൾ ഈസി നമ്മൾ നേരെ ഓസ്ലോട്ട് ട്രെയിനിങ് തൊട്ട് പ്രോ ഫുട്ബോൾ വരെ ഇന്ന് കളിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുൾ ഗെയിം പ്ലേ ഈസി മോഡിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ മൾട്ടിപ്ലെയറിൽ എൻ്റെ ഒരു കൂട്ടുകാരനോട് ഹാർഡ് മോഡിൽ കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കി തരാം. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ സ്റ്റാർട്ട് ഫ്രം ഓസ്ലോട്ട് ട്രെയിനിങ്. ഓക്കെ, നമുക്ക് ഈ ട്യൂട്ടോറിയലൊന്നും വേണ്ട. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. യുഹൂ, എന്ത് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഈ കാണുന്നത്. നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാനൊന്നുമില്ല. ഞാൻ 1 വർഷം മുമ്പ് തന്നെ ഇത് കളിക്കാൻ തുടങ്ങിയ സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പം നിങ്ങളിനിയും കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ കൊച്ചിറക്കനാണെന്നൊന്നും. ഓക്കെ, സോ നമ്മൾ ഷീൽഡ് 2ാമത്തെ വേവ് തുടങ്ങി. ആക്ച്വലി ഈ വേവ് ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്. ചുമ്മാ ആൾക്കാരെ എടുത്തെറിഞ്ഞാൽ മതി. പക്ഷേ പ്രോ സ്ലോണിൻ്റെ അകത്ത് ഇച്ചിരി പാടാ. TNT ഒക്കെ വെച്ച് ആൾക്കാരെ കൊല്ലേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. ടാറ്റാ. അവൻ ചാത്തില്ല. ഓക്കെ, നീ വയ്ക്കോ. എനിക്ക് എൻ്റെ പ്രോണസൊക്കെ എന്ത് ചെയ്യും. സോറി ഗൈസ്, 1 വർഷം മുമ്പ് കളിച്ചതല്ലേ, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നില്ല. വാട്ട്? ഞാൻ ഹാർഡ് മോഡിലാണോ എടുത്ത്? 3000 പാടെന്തു എറിയാൻ. ഓക്കെ, സോ അടുത്ത ആൾക്കാർ സ്പോണായി. എന്താ നീ ഇങ്ങ് വാ. എന്താടാ ഇറങ്ങിപ്പോടാ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചിലവരൊക്കെ കറണ്ട് കാണും നിഞ്ചാസിനെ തോൽപ്പിക്കാൻ ഭയങ്കര പാടാ, അവർ ഭയങ്കര ഡാമേജ് ചെയ്യുക. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഓസ്ലോട്ടിൽ കളിക്കുകയാണെങ്കിൽ ചുമ്മാ അവന്മാരെ എടുത്തിട്ട് നിങ്ങൾ ഏതൊരു അറ്റത്ത് വരിക്കും. അവന്മാർ ഓടി വരുമ്പം അന്നൊന്ന് സൈഡ് മാറിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കാണിച്ചും തരാം പ്രോ സ്ലോട്ടിൽ. കാരണം മിക്കവാറും നിഞ്ച വരുന്നത് പ്രോ സ്ലോട്ടിൽ ഒഴിച്ച് വേറെ എല്ലാത്തിലും നിഞ്ച വരുന്നൊരു ബോക്സ് പോലത്തെ ഷേപ്പിൽ അതിൻ്റെ അകത്തായതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവന്മാരെ വീഴ്ത്താൻ പറ്റത്തില്ല. ഓക്കെ, ഇതിനെ എടുത്തെറിഞ്ഞു. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഫസ്റ്റ് ഓസ്ലോട്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇച്ചിരിയും കൂടെ ഓർമ്മയൊക്കെ വരുന്നുണ്ട് എങ്ങനെ കളിക്കണമെന്ന്. ഓക്കെ, അടുത്ത റൂക്കി ഓസ്ലോട്ട്. പക്ഷെ ഇവിടെ ഓസ്ലോട്ടെന്നേ കാണിക്കാറുള്ളൂ, അതെന്തുകൊണ്ടെന്ന് എനിക്കും അറിയില്ല. ഓക്കെ, എനിക്കെല്ലാം ഓർമ്മയുണ്ട് ആൾക്കാരെങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഈ കളിയും ജയിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിഞ്ച വരും, 5 അത്രയേ ഉള്ളൂ. സെക്കൻഡ് ഇവിടെ നിന്ന് ഒരാൾ വരും, അയാളെ നമുക്ക് കൊല്ലാം. ഫ്ലോലെസ് വേവ്. ഓക്കെ, ഇവിടെ ഒരാൾ വാ, അവനും ചത്തു. ഓക്കെ, ഇനിയും വാ. ഓക്കെ, ഇങ്ങോട്ട് നടക്ക്, അത്രയേ ഉള്ളൂ. വാ, അത്രയേ ഉള്ളൂ. ചാവണം ഇങ്ങനെയൊക്കെ. ഓക്കെ, നമുക്ക് അടുത്ത ആൾ സ്പോണായി. അപ്പം അത് പെണ്ണാ. ഓക്കെ, പെണ്ണും ചത്തു. അത് നമുക്കിത് ഇയാളെയും കൂടെ ഉണ്ട്, ഇവനെയും കൂടെ കൊന്നേക്കാം. അത് വർക്കായില്ല. ഓക്കെ, ആയതുമായിരുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് ബോക്സിംഗ് ഗ്ലൗസ് എടുക്കാം, എന്നിട്ട് ഉമ്മാരെല്ലാം അടിക്കാം. ഓക്കെ, വാടാ കമ്പനി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇത്ര മേലെ തോപ്പിച്ചു. ഓക്കെ, സ്റ്റിക്കി ബോംബ് നേരത്തെ എടുത്ത് വെച്ചേക്കായിരുന്നു. ഓക്കെ, ബോംബ് എടുക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെ അവൻ്റെ ഹെഡൊക്കെ തറ വീണു. ഓക്കെ, ചാടി വാ, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഇനി നീ ചത്തോ. ഓക്കെ, അവളും ചത്തു. ഓക്കെ, ഹെൽത്ത് വേണം. ഓക്കെ, അങ്ങനെ ഫൈനൽ റൗണ്ട് തുടങ്ങാൻ പോവുകയാണ്.
ഓക്കെ ബാ നിഞ്ചേ. അത്രേ ഉള്ളൂ. പാവം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു പോകും. എനിക്ക് നിഞ്ചയൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും. പാവം ഒന്നും അറിയില്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, തന്നെയും ചത്തും പോവും. ഓക്കെ സോ നമുക്കിനി ഓക്കെ എന്നാ പഠിച്ചോ 3 ഗിഫ്റ്റ്. അയ്യോ ഒന്നെൻ്റെ തലയിലായി, ആദ്യം അവൻ്റെ കുട്ടിയാൽ മതി. ഓക്കെ അപ്പം നമ്മൾ ജയിച്ചിരിക്കുന്നു. ഇതും ചത്തോ ഇത്രയേ ഉള്ളൂ, ചത്തില്ല. ഓക്കെ 508. എൻ്റെ ഏറ്റവും പുതിയ ബെസ്റ്റ് സ്കോർ വന്നു 508. ഇതെല്ലാം നിങ്ങൾ കാരണമാണ്. നിങ്ങൾ എൻ്റെ ഗെയിം പ്ലേ കാണുമ്പോൾ എനിക്ക് നല്ലൊരു എനർജി ഫീൽ ആവും. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ ഫസ്റ്റ് ഇതായി. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം നിഞ്ച കേട്ടോ ചെയ്യണമെങ്കിൽ അവൻ ഏത് സൈഡിലോട്ട് ഇരുന്ന് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടൊന്ന് നടന്നാൽ മതി. ഓക്കെ സോ എന്നിട്ട് അറ്റത്ത് അവരുടെ ഗോളിൻ്റെ അറ്റത്തെത്തി കഴിയുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഒന്ന് പോയിട്ട് എറിയണം. ഓക്കെ അവനും ചത്തു. ഇതിപ്പോൾ ഈസി മോഡായതുകൊണ്ട് എനിക്കൊത്തിരി ഡാമേജ് ആകത്ത. പക്ഷേ സത്യം പറഞ്ഞാൽ ഹാർഡ് മോഡ് ഉമാരുടെ ഒരു ബോംബ് തന്നെ നമ്മളെ കൊല്ലും. ഓക്കെ ഇറങ്ങിപ്പോടാ. അത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഇനി പ്രോസ്ലോട്ടാണ്. ഇത് ഇച്ചിരി പാടാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം ജയിക്കുമല്ലേ നമുക്കിപ്പോൾ പ്രധാനം. ഞാൻ സംസാരിച്ച് തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ വിചാരം. ഓക്കെ ചത്തോ അത്രയേ ഉള്ളൂ. നിങ്ങൾ 3 പേരും ചത്തു. ഓക്കെ ട്രിപ്പിൾ കിൽ. ഓക്കെ ഇനി അടുത്ത് ഈ നിഞ്ച നമുക്ക് ആദ്യം കൊല്ലാം, അത്രയേ ഉള്ളൂ. ഇനി ഇവനെ കൊല്ലാം. ഓക്കെ അടുത്ത ഇനി ഇവനെ ഞാൻ കൊല്ലാം അല്ലേ. ഇവൻ എന്നെ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നെടുത്ത് എറിയുന്നോ? ഏതാ ഇവിടെ ഗായ്സ് ഇതെന്തുവാണ്? ഞാൻ ശരിക്കും ഈസി മോഡിൽ തന്നെ കളിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഒരു വർഷമായിട്ട് കളിക്കാത്തതുകൊണ്ട് ഞാൻ നൂബായോണ്ടാണോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതാണോ ഒന്നും അറിയില്ല ഗായ്സ്. പിന്നെ നിങ്ങൾ പറയൂ, നിങ്ങൾ ഈ ഗെയിം ഇപ്പോഴാണോ, നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വേവ് 4. എൻ്റെ അകത്തൊന്നുമില്ല. ഓടുക, ഉമ്മാർ തന്നെ അങ്ങ് ചത്തോളും. ഓക്കെ ഒരാൾ തന്നെ അങ്ങ് ചത്തു. ഒന്നുമില്ല ഗൈസ്, ഇവർ 2 പേരും ഇരിക്കുന്ന ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഉമാർ സ്റ്റിക്കി പോകുമ്പോട്ട് 2 പേരും ഒട്ടിയിരുന്നിട്ട് ഒറ്റയടിക്ക് അങ്ങ് ചത്തു വയ്ക്കും. പിന്നെ എനിക്കിഷ്ടമല്ലാത്ത ഉമാർ കണ്ടിന്യൂസ് ബോംബ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അത് ഇച്ചിരി ശല്യമാണ്. പിന്നെ ഞാൻ സൗണ്ട് ഇച്ചിരി കുറച്ചെടുക്കുകയാണ്. കാരണം ഞാൻ സൗണ്ട് ആദ്യം നോർമലി 8 ചെയ്തപ്പം വളരെ സൗണ്ടായിരുന്നു, കുറച്ചപ്പോഴും വളരെ സൗണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പം സൗണ്ട് ഇല്ലാതാണ് വെക്കുന്നത്. ഇറങ്ങിപ്പോടെ സ്റ്റിക്കി ബോംബ്. അവനാ സ്റ്റിക്കി ബോംബ് വെച്ച് പിടിച്ചിരിക്കാൻ നോക്കി, പക്ഷെ ചത്തു. ഓക്കെ ഫ്ലോലെസ് വേവായിരുന്നു അത്. ഓക്കെ ഗായ്സ് അപ്പം നമ്മൾ ഒരു പെണ്ണിനെ കൊന്നു. ഇനി ഇതിനെ എടുക്കുക, എന്നിട്ട് എറിയുക. ഓക്കെ അത്രയേ ഉള്ളൂ. ഷീൽഡ് എടുക്കുക. ഓക്കെ ഷീൽഡും എടുത്തു. ഇനി നമുക്ക് ഇതിനെയും കൊല്ലാം. ഓക്കെ ടാറ്റാ. അപ്പം നമ്മൾ വേവ് 5 കംപ്ലീറ്റ് ചെയ്തു. ഇനി വേവ് 6 ഒന്നുമില്ല, ഞങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നിൽക്കുക, എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് ചാടുക. ഓക്കെ 2 പേരും ചത്തു. ഈസി വിൻ. നമ്മൾ ജയിച്ചേ. യോ എല്ലാം ഫ്ലോലെസ് വേവ് ആയിരുന്നു. എനിക്കൊന്ന് 1 എണ്ണം മാത്രം. ഗായ്സ് ഇത് നമ്മുടെ പുതിയ ഹൈ സ്കോറാണ് 909. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണമെങ്കിലും സാധിക്കും. ഓക്കെ അടുത്തതാണ് പ്രോ ഫുട്ബോൾ. അപ്പോൾ ഇതിന് നമുക്ക് പോവാം. ഓക്കെ പാവനി പുറമോട്ടും പോയിട്ട് ഓടി വരാൻ ശ്രമിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ സ്കോറും ചെയ്യും. ഓക്കെ അഹം തന്നെ ഫിറ്റിയിൽ പിടിച്ച് ഡാമേജും ആയി. ഓക്കെ പോടാ. ഓക്കെ അപ്പം ബോംബ് പൊട്ടി. ഓക്കെ ബോംബ് പൊട്ടിയില്ല. നിൽക്ക് ഇവിടത്തെ ഇത്രയേ ഉള്ളൂ. ഈ പൊട്ടനൊന്നും ബോംബ് അവൻ്റെ തന്നെ സൂപ്പർ പെർഫെക്റ്റ്. ഓക്കെ അപ്പം നമ്മൾ ഇവനെയും കൊന്നു. ഇനി ഷീൽഡ് എടുക്കുക. ഷീൽഡ് വേണമായിരുന്നു, എന്നാലും ജയിക്കാം. എളുപ്പമാത്രമായിരുന്നു. ഇനി ഇച്ചിരി പാടാ ഗൈസ്. ഓക്കെ നിഞ്ച അവനെ തന്നെ അടിച്ചു. ഓക്കെ ഇനി നമ്മൾ ഇവൻ്റെ ഇരുന്നെടുത്തു. സ്റ്റോപ്പ് നിൽക്കടാ. ഓക്കെ നമ്മളെ കൊന്നു. എനിക്കൊന്നും അവർ സ്കോറേലും എടുക്കും. ഇല്ലല്ല ഞാൻ സമ്മതിക്കത്തില്ല. അവരൊരു സ്കോർ എടുത്തു. കുഴപ്പമില്ല ഗായ്സ്, ഒരു സ്കോറെല്ലാം എടുത്തു. നമുക്ക് ഇപ്പോഴും ജയിക്കാം, ഈസി ആയിട്ട് ജയിക്കാം. കാരണം ഇവിടെ ആരുമില്ല. ഓക്കെ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുന്നു. എന്താടാ ഓർഡറാ.
സോ ഗായ്സ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് 10 ബിക്കോസ് ഞാൻ ഈ ചാനൽ തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പം കുറച്ച് സബ്സ്ക്രൈബേഴ്സേ കാണത്തുള്ളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയ ടാർഗറ്റ് ഇട്ടത്. ഇത് നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.